വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ മാരത്തോൺ ലൈവിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷനിലാണ് ഉള്ളത് അല്ലെ. അപ്പോ ഈ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ, അതില് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് 5 ബ്ലോക്കുകളാണുള്ളത് അല്ലെ. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് ബ്ലോക്ക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരിക്കലും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് ബ്ലോക്ക് നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവാനുള്ള മാർക്ക് എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് ബ്ലോക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ സെക്കൻഡ് ബ്ലോക്കിലെ 6ാമത്തെ ചാപ്റ്റർ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്ററും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോ നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കും പിന്നെ ഈ 6ാമത്തെ ചാപ്റ്ററും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതായത് പാസ് ആവാനുള്ള മാർക്ക് അതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ആ ഒരു ബ്ലോക്ക് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. അതില് ഒന്നാമത്തതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ. അപ്പൊ നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല അല്ലെ. അതായത് ആദ്യം എങ്ങനെയായിരുന്നു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിന്റെ പോലെയാണോ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്? അല്ല. നമ്മുടെ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറിലും എന്ത് വന്നിട്ടുണ്ട്? പല പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുകളുടെ ഹിസ്റ്ററിയെ നമുക്ക് 5 ജനറേഷൻ ആയിട്ട് തരംതിരിക്കാം. അപ്പൊ ഓരോ ജനറേഷനിലും എന്തു മാറ്റങ്ങളാ സംഭവിക്കുന്നത്? കമ്പ്യൂട്ടർ ഒന്നും കൂടെ സ്പീഡ് ഉള്ളതായി മാറി, കമ്പ്യൂട്ടർ ഒന്നും കൂടെ ചെറുതായി മാറി, വളരെയധികം വിശ്വസനീയമായതും വളരെയധികം ശക്തിയുള്ളതുമായിട്ടുള്ള ഇന്ന് കാണുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തി. അപ്പൊ അതെങ്ങനെയാണ്, ആ ഒരു ജനറേഷൻ എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടാണ് ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നോക്കി നോക്കൂ, ഫസ്റ്റ് ജനറേഷൻ അല്ലെ. ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയായിരുന്നു? പണ്ട് എങ്ങനെയായിരുന്നു? അതായത് 1ാമത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുകളിൽ വാക്വം ട്യൂബ്സുകളായിരുന്നു ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഏറ്റവും ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ജനറേഷനിലെ കമ്പ്യൂട്ടർ വളരെയധികം അതിന്റെ സൈസ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ നമുക്കിതിന് കൂടുതൽ ഇലക്ട്രിസിറ്റി ചാർജ് വേണമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ജനറേഷനിലെ കമ്പ്യൂട്ടർ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. മെഷീൻ ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ വാക്വം ട്യൂബിന് പകരം ഈ ട്രാൻസിസ്റ്റർ ആണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഫസ്റ്റ് ജനറേഷനിൽ എന്താണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെക്കൻഡ് ജനറേഷനിലേക്ക് അത് എത്തുമ്പോൾ അതിൽ എന്ത് മാറ്റാണ് വന്നത്, അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോൾ വാക്വം ട്യൂബിന് പകരം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ട്രാൻസിസ്റ്റർ ആണ്. ഫസ്റ്റ് ജനറേഷൻ അപേക്ഷിച്ച് ഒന്നും കൂടെ വലിപ്പം കുറഞ്ഞു. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇലക്ട്രിസിറ്റി ഫസ്റ്റ് ജനറേഷന്റെ അത്രയൊന്നും വേണ്ട യൂസ് ചെയ്യാന്. അതുപോലെ തന്നെ പക്ഷെ ഹീറ്റിന്റെ കേസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹീറ്റ് വളരെ കൂടുതൽ തന്നെയായിരുന്നു. ഓക്കെ, ഈ ഹീറ്റ് കൂടിയാലുള്ള പ്രശ്നം എന്താണ്? ഈ കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ അതായത് ഇന്റേണൽ പാർട്സുകളൊക്കെ ചിലപ്പോൾ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ തേർഡ് ജനറേഷനിലേക്ക് വരുമ്പോ എന്താ ഉണ്ടായത്? തേർഡ് ജനറേഷനിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, IC അല്ലെ. ഇത് വളരെ സ്പീഡ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ യൂസ് വളരെ കുറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ദെൻ ഇനി ഫോർത്ത് ജനറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രൊസസർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതായത് CPU ഒരു ചിപ്പിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ നമ്മുടെ ഏറ്റവും കമ്പ്യൂട്ടറിന്റെ വലിപ്പം വളരെയധികം കുറഞ്ഞു, സ്പീഡ് വളരെ കൂടുതലായി. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ലെ, അത് മൗസ് യൂസ് ചെയ്തിട്ടും കീബോർഡ് യൂസ് ചെയ്തിട്ടും കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് കമ്പ്യൂട്ടർ വളർന്നു. ദെൻ ഫിഫ്ത്ത് ജനറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം അല്ലെ, AI യൂസ് ചെയ്യാൻ തുടങ്ങി.
അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നു, മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, റോബോട്ടിക്സ്, വോയിസ് റെക്കഗ്നിഷൻ. അതായത് കമ്പ്യൂട്ടറിനെ മനുഷ്യനെ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു, വളരെ വേഗത്തില് ഇൻഫർമേഷൻസ് ഒക്കെ അനാലിസിസ് നടത്താൻ കഴിയുന്നു, ഓട്ടോമേഷന് സാധ്യമാകുന്നു അല്ലെ. ഇപ്പൊ ഇന്ന് നമ്മൾ ചാറ്റ് GPT, സെൽഫ് ഡ്രൈവിംഗ് കാറ്, AI അസിസ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ 6th ജനറേഷനും ഉണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിക്കുക. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഓരോ ജനറേഷനിലേക്കും വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ദെൻ നെക്സ്റ്റ് നോക്കി നോക്കാം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇതും നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അഥവാ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടറുകളെ നമ്മൾ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ കമ്പ്യൂട്ടറുകളെ യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ വലിപ്പത്തിനനുസരിച്ചും കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും കമ്പ്യൂട്ടറിനെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലെ തന്നെ എന്താ നമ്മുടെ ഈ പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ 3 രീതിയിലാണ് കമ്പ്യൂട്ടറുകളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്. അതില് ഇപ്പോ എന്താണ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ബേസിൽ കമ്പ്യൂട്ടറിനെ തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അതല്ലാതെ കമ്പ്യൂട്ടറിന്റെ സൈസിനനുസരിച്ചും കപ്പാസിറ്റിക്ക് അനുസരിച്ചും കമ്പ്യൂട്ടറിനെ തരംതിരിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സാമിന് കാണാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിർബന്ധമായിട്ടും ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ DBMS ആൻഡ് RDBMS. അതായത് 5th ചാപ്റ്ററിലെ ബ്ലോക്ക് 2ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2ലെ 5th ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് DBMS ആൻഡ് RDBMS അല്ലെ. DBMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. RDBMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ DBMS എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം, ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് DBMS എന്ന് പറയുമ്പോൾ എന്താണ്? ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും റിട്രൈവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? DBMS. മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നു, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, റിട്രൈവ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു അല്ലെ. അതിനു വേണ്ടി അപ്പൊ ഇങ്ങനെ ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഡാറ്റയെ മാനേജ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് എന്ത്? ഈ DBMS ഒക്കെ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ DBMS എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാനും ആവശ്യമുള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? DBMS എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് DBMSനെ ഇങ്ങനെ പറയാം, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർസ് ആൻഡ് മാനേജ് ഓർഗനൈസേഷണൽ ഡാറ്റ അല്ലെ. ഇത് ഈ DBMS ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? നമുക്ക് ഡാറ്റ റിഡൻഡൻസി അല്ലെ, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം, അത് മെയിൻ ഇത് റിട്രൈവ് ചെയ്യാം, വളരെ സേഫ് ആയിട്ട് നമുക്ക് വെക്കാം, ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം, ഡാറ്റ ഷെയർ ചെയ്യാം അല്ലെ. ഇനി അതേപോലെ തന്നെ എന്താണ്? ഡാറ്റ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് DBMSന്റെ ഡാറ്റ റിഡൻഡൻസി അല്ലെ. അതേ ഒരേപോലെയുള്ള ഡാറ്റ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറക്കാം അല്ലെ. അതേപോലെ തന്നെ എന്താണ്? ഡാറ്റ സ്റ്റോർഡ് വിത്തൗട്ട് ടേബിൾ റിലേഷൻഷിപ്പ് ഇല്ലാതെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ. അതുപോലെ തന്നെ പക്ഷെ ഇതിന് വേറൊരു ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ലെസ് സെക്യൂർ ആണ്. RDBMSനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെയധികം സെക്യൂരിറ്റി കുറവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ DBMSന്റെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ് അല്ലെ, MySQL അല്ലെ, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇനി
RDBMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ്. ഇപ്പൊ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? ഡാറ്റേനെ മാനേജ് ചെയ്യാണ് എന്നുള്ളത്, അല്ലെ? എങ്ങനെയാ മാനേജ് ചെയ്യാന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് നമ്മുടെ RDBMSന്റെ ഒന്നും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള DBMSന്റെ ഒന്നും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് RDBMS എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? റോസ് ആൻഡ് കോളംസ്. റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ടേബിൾ രൂപത്തില് ഡാറ്റേനെ വളരെ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്? RDBMS എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേബിൾ ആണല്ലേ, ടേബിളിൽ നമ്മൾ ഡാറ്റ ആക്കിയിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താ? ഈ ടേബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയും, ഇല്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റുഡന്റ് ടേബിൾ. അപ്പൊ ആ സ്റ്റുഡന്റ് ടേബിളില് കോളത്തിൽ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നത്? സ്റ്റുഡന്റിന്റെ പേര്, സ്റ്റുഡന്റിന്റെ ID, സ്റ്റുഡന്റിന്റെ മാർക്ക്, അല്ലെ? എന്നിട്ട് then എന്ത് ചെയ്യുന്നു? ആ സ്റ്റുഡന്റിന്റെ പേര് എന്നുള്ളിടത്ത് നമ്മൾ സ്റ്റുഡന്റിന്റെ പേരുകൾ ആഡ് ചെയ്യുന്നു. ആ പേരിനനുസരിച്ചുള്ള ID നമ്പർ, അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഈ ടേബിള് സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾ ആണ്, അല്ലെ? അത് തമ്മിൽ എന്താണ്? ആ ടേബിളിലുള്ള ഡാറ്റ എന്താണ്? ആ ടേബിളുമായിട്ട് റിലേഷൻ ആണ്, അല്ലെ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടേബിളിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡാറ്റകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, RDBMSന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റകൾ ടേബിളുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ എന്താണ്? നമുക്കിപ്പോ ഈ ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ എന്താണ് ടേബിളുകളിലാവുമ്പോഴുള്ള ഗുണം എന്താണ്? അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ടേബിൾ ആണ്. അപ്പൊ നമ്മൾ ഇതില് കോളത്തില് ഓരോ, അല്ലെ, ഡാറ്റയുടെ പ്രൈമറി കീ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ഇതാണ്, അതായത് മറ്റു നമ്മുടെ DBMSനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇന്റഗ്രിറ്റി ആണ്, ബെറ്റർ സെക്യൂരിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. DBMSഉം RDBMSഉം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസി. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 6ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ നോക്കി നോക്കാം ഇവിടെ എന്താണ് എന്നുള്ളത്. ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ കമ്പ്യൂട്ടറിലുള്ള ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആണ് എന്ത്? സെക്യൂരിറ്റി പ്രോബ്ലം, അല്ലെ? വളരെയധികം ഹാക്കിങ്ങും, അല്ലെ, നമ്മുടെ പേഴ്സണൽ ഡാറ്റകളൊക്കെ ഹാക്ക് ചെയ്തിട്ട് നമുക്ക് വളരെയധികം സെക്യൂരിറ്റി പ്രോബ്ലംസ് കൂടുതൽ ആവാനുള്ള കാരണം എന്താണ്? കമ്പ്യൂട്ടറുകളുടെ ടെക്നോളജി വളരെയധികം ഇങ്ങനെ ഓരോ ദിനം കഴിയും തോറും ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് എന്തും കൂടെ വരുന്നുണ്ട്? സൈബർ അറ്റാക്കും വരുന്നുണ്ട്. ഈ സൈബർ അറ്റാക്കിൽ നിന്ന് എന്ത് വേണം? നമുക്കൊരു സെക്യൂരിറ്റി വേണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈബർ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്, അല്ലെ? അതായത് ഇപ്പോ നമ്മുടെ കമ്പ്യൂട്ടറുകൾ, നമ്മുടെ ഫോണുകൾ, നമ്മുടെ നെറ്റ്വർക്കുകൾ, നമ്മുടെ സെർവർ, നമ്മുടെ ഡാറ്റ, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹാക്കിംഗ്, അതുപോലെ തന്നെ വൈറസ്, മാൽവെയർ, അതുപോലെ തന്നെ ഡാറ്റ തെഫ്റ്റ്, ഇതുപോലെയുള്ള സൈബർ അറ്റാക്കുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നടപടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈബർ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രധാനമായിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? സൈബർ സെക്യൂരിറ്റിയുടെ 3 പ്രിൻസിപ്പിൾസ്, അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് 3 പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോ? ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ അവൈലബിലിറ്റി, അല്ലെ? ആൻഡ് ഓക്കെ, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എന്താണ്? ഇന്റഗ്രിറ്റി, അല്ലെ? 3 പ്രിൻസിപ്പിൾസ് ആണ് എന്ത് ഇതിൽ പറയുന്ന. ഒന്ന് ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി. ഈ 3 പ്രിൻസിപ്പിൾസും വെരി ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അതായത് കോൺഫിഡൻഷ്യാലിറ്റി വേണം, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഈ എന്താണ് സൈബർ സെക്യൂരിറ്റിയുടെ പോളിസീസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, അല്ലെ? അതായത് ആ സൈബർ സെക്യൂരിറ്റി പോളിസിയുടെ കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് 2 ഫാക്ടർ, എന്താണ് നമ്മുടെ പാസ്വേഡ് കൊടുക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പോളിസീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്
കാരണം സൈബർ സെക്യൂരിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ സെക്യൂരിറ്റിക്ക് ക്ലിയർ ആയിട്ട് റൂൾ വരാനൊക്കെ സൈബർ പോളിസി സഹായിക്കുന്നുണ്ട്. അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് നമ്മുടെ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സൈബർ പോളിസി, സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. പ്രിൻസിപ്പിൾസ്, 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വേറൊരു ഭാഗമാണ് ഓതന്റിക്കേഷൻ എന്താണ്, ഓതറൈസേഷൻ എന്താണ്. ഈ 2 ഭാഗം നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള യൂസർ തന്നെയാണോ എന്ന് ആർക്ക് മനസ്സിലാവണം? കമ്പ്യൂട്ടറിന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം, പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇല്ല, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇഗ്നോ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്, നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സ്റ്റുഡന്റ് തന്നെയാണ്. നിങ്ങളിപ്പോ ആ ഒരു കമ്പ്യൂട്ടറിൽ ചെന്നിട്ട് നിങ്ങൾ ആ ഒരു സൈറ്റിൽ കയറുമ്പോൾ നിങ്ങളോട് ഫസ്റ്റ് ആയിട്ട് എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ ID അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ്, അതാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് മീൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് എന്ത്? ഓക്കെ, ഇയാള് കറക്റ്റ് യൂസർ തന്നെയാണ്. കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ID-യും പാസ്വേഡും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആ സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡും ID-യും കറക്റ്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ നമ്മളെ റിജക്ട് ചെയ്യും അല്ലെ, കമ്പ്യൂട്ടർ റിജക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പൊ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ പോളിസീനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് ക്യാപ്ച കോഡ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ക്യാപ്ച കോഡ്, OTP സിസ്റ്റം, അതുപോലെ തന്നെ ഈ സൈബർ സെക്യൂരിറ്റിയുടെ പ്രിൻസിപ്പിൾസ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ക്യാപ്ച കോഡൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഇ പേയ്മെന്റ് സിസ്റ്റം ആൻഡ് പേയ്മെന്റ് ഗേറ്റ്വേ അല്ലെ. എന്താണ് ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ? നമുക്കറിയാം, ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് മണി ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്? ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇ പേയ്മെന്റ് ചെയ്യാറുള്ളത്? UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ വാലറ്റ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതിന്റെ എക്സാമ്പിൾസ്, ഇതിന്റെ മെത്തേഡ്സ്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എക്സാമിന് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നിർബന്ധമല്ല, അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സും നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇമെയിൽ കോൺഫിഗറേഷൻ അല്ലെ. ഇതും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇമെയിൽ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിപ്പോ ഒരു ഇമെയിൽ അക്കൗണ്ട് അല്ലെ, അതായത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ നമ്മൾ എന്ത് ചെയ്യും? മെയിൽ ആപ്ലിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ക്രമീകരിക്കുന്ന ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമെയിൽ കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇമെയിൽ കോൺഫിഗറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, എങ്കിൽ മെയിൽ നമുക്ക് റിസീവ് ചെയ്യണം അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അതുവഴി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളതും ഒഫീഷ്യൽ ആയിട്ടുള്ളതും ബിസിനസിന്റെ ഒക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാക്കണം. ഓക്കെ, അപ്പൊ ഈ ഇമെയിൽ കോൺഫിഗറേഷന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്? നമ്മൾ മെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, അക്കൗണ്ട് ആഡ് ചെയ്യുന്നു, ഇമെയിൽ ID ഓർ പാസ്വേഡ് കൊടുക്കുന്നു അല്ലെ. അതില് എന്താണ് അതിനുശേഷം സെർവർ സെറ്റിംഗ്സ് അല്ലെ. സെർവർ സെറ്റിംഗ്സ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കിട്ടുക. ഇമെയിൽ കോൺഫിഗറേഷനിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ SMTP, POP3, അതുപോലെ തന്നെ IAMP അല്ലെ, IMAP. വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് ഇമെയിൽ സെറ്റിംഗ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. അതൊക്കെ SMTP എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ, IMAP. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇമെയിൽ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ SMTP അതുപോലെ തന്നെ IMAP പോലെയുള്ള പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുന്നു അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ശേഷം എന്താണ് സെറ്റിംഗ്സ് ഒക്കെ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇമെയിൽ സെറ്റ് ചെയ്യുന്നു അല്ലെ. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് SMTP, IMAP. അതിനെ കുറിച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത് നോക്കി നോക്കൂ, MS Excel, മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അതില് എക്സലിന്റെ ഫങ്ഷൻസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചോദിക്കാം,
സമ്മ്, ആവറേജ്, ഇഫ്, മാക്സ്, മിന്ന്, കൗണ്ട്, റൗണ്ട്. അല്ലെ? അപ്പൊ ഈ ഒരു ഫങ്ഷൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിക്കുക. അതുപോലെ തന്നെ വേറൊരു ടോപ്പിക്കാണ് നമ്മുടെ റേഷ്യോ അനാലിസിസ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും ഈ റേഷ്യോ അനാലിസിസ്, ഇല്ലെ? ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ നമ്മൾ എക്സലിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. എക്സലിൽ എങ്ങനെയാണ്? നമുക്കറിയാം ഇത് റേഷ്യോ അനാലിസിസ് ഒക്കെ നമ്മൾ ഇവിടെ അക്കൗണ്ടൻസിയിൽ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ എക്സലിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പല റേഷ്യോസ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡിറ്റി, ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിന്റെ ബേസിൽ ബിസിനസിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അല്ലെ? അപ്പൊ ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോ എന്തൊക്കെയാ നോക്കി നോക്കൂ. ഏതൊക്കെ പല ടൈപ്സ് ഓഫ് റേഷ്യോകൾ ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഏതൊക്കെയാണ് പല ടൈപ്സ് ഓഫ് റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, അല്ലെ? അങ്ങനെ ഒരുപാട് റേഷ്യോകൾ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്. നിങ്ങൾ അതിനെ കുറിച്ചിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കണം. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ, എന്തിനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്? നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, അത് ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒരു ലോങ് ടേം ബെനിഫിറ്റ് നമുക്ക് കിട്ടുക? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ NPV, IRR, അല്ലെ? നെറ്റ് പ്രസന്റ് വാല്യൂ, IRR. അപ്പൊ ഇതെങ്ങനെയാണ് എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് താഴെ പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോ ഇതൊക്കെ എന്താണ്? അപ്പൊ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, റേഷ്യോ അനാലിസിസ്, ഇതൊക്കെ എക്സലിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ നോക്കുക. ദെൻ അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ 5ാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, നിങ്ങൾ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പും. അല്ലെ? അതായത് നമുക്കറിയാം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ ഒറ്റക്ക് തുടങ്ങുന്ന ബിസിനസ് ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ കടകളിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ലേ? അവരൊക്കെ ഒറ്റയ്ക്കല്ല അവർ ബിസിനസ് തുടങ്ങുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റക്കാണ് അവർ ക്യാപിറ്റൽ ഇറക്കുന്നത്. ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഒറ്റക്കാണ് അനുഭവിക്കുന്നത്. നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതും അവർ ഒറ്റക്കാണ് എടുക്കുന്നത്. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? 2ഓ അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങുന്നു. പ്രോഫിറ്റും ലോസും അവർ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാം. അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 5ാമത്തെ യൂണിറ്റില്. അപ്പൊ ആ ഒരു ടോപ്പിക് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ദെൻ അടുത്തൊരു പോയിന്റ് മെയിൽ മെർജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മെയിൽ മെർജ് അല്ല, മെയിൽ കോൺഫിഗറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതിന് മുന്നേ നമുക്ക് അതിന് മുന്നേ ഒരു ടോപ്പിക് ഉണ്ട് മെയിൽ മെർജ്. അതുപോലെ തന്നെ SMTP, IMAP അത് അവിടെ നിൽക്കട്ടെ. ഇതിൽ മെയിൽ മെർജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വേർഡില്, മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ച് പറയുന്ന ടോപ്പിക്കുകൾ ഉണ്ട്. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഞാനിപ്പോ എന്റെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഒരുപാട് ആളുകൾക്ക് എനിക്കത് അയച്ചു കൊടുക്കണം, മെയിൽ അയച്ചു കൊടുക്കണം. ഒരു 100ഓളം ആളുകൾക്ക് എനിക്ക് അയച്ചു കൊടുക്കണം. സെയിം കണ്ടന്റ് ആണ്, പക്ഷെ വിവിധ അഡ്രസ്സുകളിലേക്ക് അയച്ചു കൊടുക്കണം. ഞാൻ എന്താ ചെയ്യാ? എല്ലാവർക്കും എന്ത് ചെയ്യാ? ഞാൻ ഇങ്ങനെ 100 ആളുകൾക്കും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണോ? വേണ്ട. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡില് അതിനുള്ള ഒരു ടൂൾ ഉണ്ട്. അതാണ് മെയിൽ മെർജ്. എന്താ ഇവിടെ ചെയ്യുന്നത്? ഒരു മെയിൻ ഡോക്യുമെന്റ്, അതായത് മെയിൻ കണ്ടന്റ്, ഞാനിപ്പോ ഒരു വിവാഹം ക്ഷണിക്കുകയാണെന്ന് വിചാരിച്ചു ഒരു 100 ആളുകൾക്ക്. അപ്പൊ ആ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിവാഹത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കേണ്ടത് ഈ സെയിം കണ്ടന്റ് ആണ്. പക്ഷെ അയച്ചു കൊടുക്കുന്നവരുടെ അഡ്രസ്സ് മാറുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മെയിൻ കണ്ടന്റും ഡാറ്റ സ്റ്റോറേജ്, അല്ലെ? ഡാറ്റ സ്റ്റോറേജ് അല്ല, ഡാറ്റ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എക്സലില് നമുക്ക് ആർക്കൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ പേരും വിലാസവും അഡ്രസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എക്സലില് നമ്മളൊരു ഷീറ്റ് ഉണ്ടാക്കും. അപ്പൊ അത് തമ്മിൽ കൂട്ടിച്ചേർക്കും, അല്ലെ? അപ്പൊ ഒരേ മോഡലിലുള്ള, ഒരേ കണ്ടന്റ് ഉള്ള ഒരു ഡോക്യുമെന്റ്
നിരവധി ആളുകൾക്ക് ഒരേ സമയം തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് എന്ത് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെയിം ലെറ്റർ 100 ആളുകൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും പേര് ഇങ്ങനെ പ്രത്യേകം ടൈപ്പ് ചെയ്യണ്ട. നമ്മൾ ഒരിക്കൽ മാത്രം ഒരു എന്താണ് ആ ഒരു ലെറ്റർ തയ്യാറാക്കി അവരുടെ പേരും അഡ്രസ്സും നമുക്ക് സ്വയം ആഡ് ചെയ്യാം. അത് എത്ര ആളുകൾ ഉണ്ടെങ്കിലും നമുക്ക് സ്വയം ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്ത് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഈ മെയിൽ മെർജിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് മെയിൻ ഡോക്യുമെന്റ് വേണം, രണ്ടാമത്തെ ഡാറ്റ സോഴ്സ് വേണം, മൂന്നാമത്തത് എന്താണ്? ഇത് മെർജ് ചെയ്യണം അല്ലെ? അപ്പൊ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് മെയിൽ മെർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തൊരു ഭാഗം നോക്കി നോക്കാം. ഈ SMTP IMAPയുടെ അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ SMTP IMAP. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൽ കോൺഫിഗറേഷൻ, അതായത് നമ്മൾ ഇന്റർനെറ്റിന്റെ ഏറ്റവും ഒരു നല്ലൊരു സർവീസ് ആണ് മെയിൽ അയക്കുക എന്നുള്ളത് അല്ലെ. നമുക്ക് ഈ മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് നമുക്ക് വളരെയധികം ഗുണകരമല്ലേ അല്ലെ? നമുക്ക് എന്താണ് നമ്മുടെ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഉള്ള ആളുകൾക്ക് വേണമെങ്കിലും നമുക്ക് മെയിൽ അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ SMTP IMAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് മെയിൽ മെർജ് ആയിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ഒരു PPTയിൽ ഇങ്ങനെ കണക്ട് ആയി പോയതാണ്. അതായത് മെയിൽ മെർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഭാഗമാണ്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഒരു ടൂളാണ് എന്ത് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഓക്കെ, SMTP IMAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സിൽ വരുന്ന ഒരു 2 പ്രോട്ടോകോൾ ആണിത്. ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? SMTP എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, അതായത് ഇതിന്റെ ഫുൾ ഫോം ആണത്. SMTPയുടെ ഫുൾ ഫോം ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്? ഇത് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സെൻഡർ യൂസ് ചെയ്യുന്ന മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എന്ത് SMTP എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ സെൻഡറിന്റെ എന്താണ് സെർവറിൽ നിന്ന് ഈ മെയില് റിസീവറിന്റെ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടോകോളിനെയാണ് നമ്മൾ SMTP എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോട്ടോകോൾ ആണിത്. സെൻഡറിൽ നിന്ന് മെയിൽ സെർവറിലേക്ക് അയച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണിത് അല്ലെ. അപ്പൊ ഇത് വളരെയധികം സ്പീഡിലും വളരെയധികം സുരക്ഷിതമായിട്ടും മെയിൽ അയച്ചു കൊടുക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോൾ ആണിത്. IMAP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. അപ്പൊ ഇതെന്തായിരിക്കും? നമ്മൾ മെയിൽ റിസീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എന്ത് IMAP എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനാണ് നമ്മളിപ്പോ അതായത് ഇപ്പോ നമുക്ക് സെൻഡ് ചെയ്താൽ മാത്രം പോരാ അല്ലെ. ഈ മെയില് അതായത് മെയിൽ എന്ത് ചെയ്യണം? സെർവറിൽ സൂക്ഷിക്കുന്ന ഇമെയിലുകൾ നമുക്ക് റിസീവ് ചെയ്യാനും അത് വായിക്കാനും അത് കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണെന്ത് IMAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ എന്താണ്? ഇത് മെയില് റിസീവ് ചെയ്യാൻ സഹായിക്കുന്നു, അതേപോലെ തന്നെ മെയില് സെർവറിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമുക്ക് റിസീവ് ചെയ്യുന്ന മെയില് സെർവറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, നമുക്ക് ഡിവൈസിലല്ല കിട്ടുന്നത്. ഈ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണ്? നമുക്ക് ഏത് ഡിവൈസിലും നമുക്ക് ഇപ്പോ എന്റെ ഫോണിലേക്ക് വന്ന മെയില് IMAP വഴി വന്ന മെയിലാണ് എന്നുണ്ടെങ്കിൽ അത് സെർവറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ എന്റെ കയ്യിൽ ഇപ്പൊ എനിക്ക് ലാപ്ടോപ്പിലാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഏത് ഡിവൈസസിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വന്ന മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ മെയിൻ ഒരു എന്താണ് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നിങ്ങളുടെ എക്സലിൽ നിന്ന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ ആൻഡ് ലോജിക്കൽ ഫങ്ഷൻസ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ ഫങ്ഷൻസും ലോജിക്കൽ ഫങ്ഷൻസും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഫങ്ഷനിൽ ഏതൊക്കെയാണ്? പ്രസന്റ് വാല്യൂ അല്ലെ, ഫ്യൂച്ചർ വാല്യൂ കാണാന്, PMT കാണാന്, NPV കാണാന്, IRR കാണാൻ, അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ലോജിക്കൽ ഫങ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെയാണ്? ഇഫ്, ആൻഡ്, ഓർ, നോട്ട്, അങ്ങനെയുള്ള ഒരുപാട് ലോജിക്കൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും
ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം നമുക്ക്. ഈ നമ്മുടെ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വരുന്ന 4ാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കറിയാം നമുക്ക് ഈ അതായത് നമുക്ക് സോഫ്റ്റ്വെയറുകളെ 2ആയിട്ട് തരംതിരിക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമുക്ക് വീണ്ടും പല രീതിയിൽ തരംതിരിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടൈപ്പാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ വീണ്ടും 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പ്യൂട്ടറിലെ എല്ലാ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറുകളെയും കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യാനും കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയിലുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കാനും ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വിൻഡോസ്, ലിനക്സ്, ആൻഡ്രോയിഡ് ഇതൊക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പല ടൈപ്സിനെ കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേതാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമ്മളിപ്പോ ഒരേ സ്വഭാവമുള്ള ഒരുപോലെയുള്ള ജോബുകൾ ഉണ്ടല്ലോ, അതിനെ ഒരുമിച്ച് ഒരു ബാച്ച് ആയിട്ട് കളക്ട് ചെയ്തിട്ട് പിന്നീട് അതൊരു ഓർഡറിൽ പ്രോസസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് നമ്മളിപ്പോ ഒരു നിശ്ചിത ഒരു ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ലോ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കാറിൽ സഞ്ചരിക്കുകയാണ്. ആ കാറിൽ എയർ ബാഗ് ഉണ്ട് അല്ലെ? നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ച അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ആ എയർ ബാഗ് പ്രവർത്തിക്കണം. പിന്നെ എയർ ബാഗ് ആ ഓൺ ദി സ്പോട്ടിൽ പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെ എയർ ബാഗ് പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓൺ ദി സ്പോട്ടിൽ തന്നെ, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോ ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം? പ്രതികരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെ, അതായത് ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞ് പിന്നീട് എയർ ബാഗ് ഓപ്പൺ ആയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കൃത്യസമയത്ത് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റി നടക്കണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഒരു നമ്മുടെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ എയർ ബാഗ് സിസ്റ്റം, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് കൺട്രോള്, ഇതിലൊക്കെ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പ്രവർത്തിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താണ്? ഈ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരേ സമയം നിരവധി യൂസേഴ്സിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? ടൈം ഷെയറിംഗ്. അതായത് CPU-ന്റെ സമയം ഓരോ യൂസറിനും ചെറിയ ചെറിയ ഒരു സ്ലൈസുകളായിട്ട് നൽകുക. ഒരു എക്സാമ്പിൾ ആയിട്ട്, അതായത് ഇപ്പൊ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും അല്ലെ? CPU-ന്റെ ഉപയോഗം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യുണിക്സ്, മൾട്ടി യൂസർ ലിനക്സ് സിസ്റ്റം, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിച്ച് ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്തിട്ടുള്ള നിരവധി കമ്പ്യൂട്ടറുകളെ നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നമ്മളിപ്പോ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് അധികം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ, DBMS ആൻഡ് RDBMS, ഡാറ്റ സൈബർ സെക്യൂരിറ്റി ആൻഡ് പോളിസി. വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ആ ചാപ്റ്റർ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് അല്ലെ? ഇ പേയ്മെന്റ് സിസ്റ്റം, ഇമെയിൽ കോൺഫിഗറേഷൻ, മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഫങ്ഷൻസ് അല്ലെ? അതിൽ നമ്മൾ റേഷ്യോ അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് പാർട്ണർഷിപ്പ് 5ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ SMTP, IMAP, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് ലോജിക്കൽ ഫങ്ഷൻ, ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ക്യാപ്ച, OTP, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഹാളിലേക്ക്
പ്രവേശിക്കുക, ദെൻ നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാം. താങ്ക് യു.